ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എല്ലാ തവണയും പോലെ തന്നെ ഇത്തവണയും ഏവരുടെയും കണ്ണുകൾ VVIP സീറ്റുകളിലേക്കാണ്. ബീഹാറിലെ 6 VVIP സീറ്റുകളുടെ അഭിപ്രായ വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ അതെന്തായിരിക്കും ഫലം എന്നത് ABP സി വോട്ടർ പുറത്തുവിട്ടിരുന്നു. പട്ലിപുത്ര, ബക്സർ, ഹാജിപൂർ, ഉജിയാർപൂർ, ഈസ്റ്റ് ചമ്പാരൻ, അറാഹ് എന്നിവയാണ് VVIP മണ്ഡലങ്ങൾ. സർവേയിൽ 5 പ്രമുഖ BJP MP-മാർ കഷ്ടിച്ച് ജയിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരാൾ തോൽക്കുമെന്നും പറയുന്നുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെ കൂട്ടുപിടിച്ച് മത്സരിച്ചപ്പോൾ BJP ജയിച്ച പല മണ്ഡലങ്ങളിലും ഇത്തവണ വലിയ തിരിച്ചടിയാണ് പറയുന്നത്. BJPയുടെ പ്രമുഖ നേതാവ് അശ്വിനി ചൗബെ മത്സരിച്ച് ജയിച്ച ബക്സർ മണ്ഡലത്തിൽ ഇത്തവണ BJP നന്നായി വിയർക്കുമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ നിതീഷുമായുള്ള കൂട്ടുകെട്ടിൽ 1,17,609 വോട്ടുകൾക്കാണ് അശ്വിനി ചൗബെ ഇവിടെ വിജയിച്ചത്. RJD ആയിരുന്നു എതിരാളി. അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലമായ ഉജിയാർപൂർ മണ്ഡലത്തിൽ BJPയുടെ MP നിത്യാനന്ദ റായ് ആയിരുന്നു. അദ്ദേഹം ജയിച്ചത് വലിയ മാർജിനിലായിരുന്നു. 2,77,278 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ മണ്ഡലം BJP കൈപ്പിടിയിൽ ഒതുക്കിയത്. ആ മണ്ഡലത്തിലും ഇത്തവണ മത്സരം ഇഞ്ചോടിഞ്ച് ആയിരിക്കുമെന്നതാണ് സർവേ പറയുന്നത്. മറ്റൊരു മണ്ഡലമായ ഈസ്റ്റ് ചമ്പാരൻ മണ്ഡലത്തിൽ BJP മത്സരിപ്പിച്ചത് രാധാമോഹൻ സിംഗിനെയായിരുന്നു. അദ്ദേഹം അവിടെ ജയിച്ചത് 2,93,906 വോട്ടുകൾക്കാണ്. എന്നാൽ നിതീഷ് കുമാർ പിന്തുണ പിൻവലിച്ചതോടെ ഈ മണ്ഡലവും BJPയുടെ ലിസ്റ്റിൽ റെഡ് മാർക്കിലാണുള്ളത്. അടുത്ത RK സിംഗ് MP ആയിരിക്കുന്ന അറാഹ് മണ്ഡലമാണ്. അവിടെയുള്ള BJP സ്ഥാനാർത്ഥിയുടെ വിജയം 1,47,285 വോട്ടിനായിരുന്നു. ഇത്തവണ ഏറെ ശ്രദ്ധിക്കേണ്ട മണ്ഡലങ്ങളുടെ ലിസ്റ്റിൽ ഈ മണ്ഡലവും ഉൾപ്പെട്ടിട്ടുണ്ട്. BJP ഈ 4 മണ്ഡലങ്ങളിൽ വലിയ വെല്ലുവിളി നേരിടുമ്പോൾ BJPയുടെ സഖ്യകക്ഷിയായ LJPക്ക് ഹാജിപൂരിലാണ് തലവേദന. 2,05,449 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരുന്നു മണ്ഡലം. എന്നാൽ അതിപ്പോൾ അട്ടിമറിക്കപ്പെട്ടേക്കും എന്നുള്ള സൂചനകളാണ് സർവേയിൽ പറയുന്നത്. LJPയുടെ പശുപതി പലാസാണ് 2019 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ BJP തോൽക്കും എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. അത് പട്ലിപുത്രിയാണ്. രാംകൃപാൽ യാദവാണ് ഇപ്പോൾ അവിടെയുള്ള MP. RJDയുടെ സ്ഥാനാർത്ഥിയെ 39,000 വോട്ടുകൾക്കാണ് അവിടെ BJP പരാജയപ്പെടുത്തിയത്. ഈ മണ്ഡലം ഉറപ്പായും കൈവിടുമെന്ന് തന്നെയാണ് സർവേയിൽ പറയുന്നത്. വലിയ തിരിച്ചടി ബീഹാറിൽ BJPക്ക് ലഭിക്കുമ്പോൾ അതിനുള്ള ഒരു പ്രധാന കാരണം നിതീഷ് കുമാറാണ്. അദ്ദേഹം BJPക്കുള്ള പിന്തുണ പിൻവലിച്ചതാണ് BJPയെ ബീഹാറിൽ ഭയപ്പെടുത്തുന്നത്. VVIP മണ്ഡലങ്ങളുടെ സ്ഥിതിയാണ് ഇപ്പോൾ സർവേയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മണ്ഡലങ്ങളിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലും സാഹചര്യം ഒട്ടും വ്യത്യസ്തമായിരിക്കില്ല എന്ന് ഉറപ്പിക്കാം.